അതേസമയം നാളെ റഷ്യൻ പ്രസിഡന്റുമായി ഇറാൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സ്ഥിതിഗതികൾ വിലയിരുത്താൻ UN രക്ഷാസമിതി ഇന്ന് അടിയന്തര യോഗം ചേരും. ലോകം സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും ഇറാനിൽ നിന്നുള്ള വാർത്തകൾ ആശങ്കാജനകമെന്നും മാർപ്പാപ്പ പ്രതികരിച്ചു. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അൻവർ ചേരുകയാണ്. അൻവർ, നാളെ നടക്കുന്ന കൂടിക്കാഴ്ച അത് റഷ്യൻ പ്രസിഡന്റും ഇറാൻ വിദേശകാര്യമന്ത്രിയുമാണ്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? പ്രവിധ, അമേരിക്കയുടെ ഇറാനിൽ നേരിട്ടുള്ള ആക്രമണത്തിന് ശേഷം പ്രധാനപ്പെട്ട 2 യോഗങ്ങൾ ഇന്നും നാളെയുമായി നടക്കുകയാണ്. ഇന്ന് ആദ്യം നടക്കുന്നത് ഇന്ന് രാത്രി 12:30 UN-ന്റെ രക്ഷാസമിതി യോഗം ചേരും. കഴിഞ്ഞ ദിവസം രക്ഷാസമിതി യോഗം ചേർന്നതാണ്. പക്ഷേ അതിൽ അന്ന് UN രക്ഷാസമിതിയിൽ ഈ ഇരു രാജ്യങ്ങളും അവരുടെ വാദങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഏകപക്ഷീയമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് ഇറാന്റെ ഇസ്രായേൽ ജനതയുടെ സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് ആക്രമണം നടത്തുന്നതെന്ന് അന്ന് ഇസ്രായേൽ അംബാസിഡർമാർ രക്ഷാസമിതിയിൽ പറഞ്ഞതാണ്. യുദ്ധത്തിനെതിരെ സംഘർഷം കൂടുന്നതിനെതിരെ പ്രമേയം പാസാക്കാൻ പോലും അന്ന് ചേർന്ന UN രക്ഷാസമിതിക്കായിരുന്നില്ല. ഇന്നത്തെ യോഗത്തിന്റെ പ്രത്യേകത ഇറാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഇന്ന് യോഗം ചേരുന്നത്. അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെട്ടതിന് ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് UN സെക്യൂരിറ്റി കൗൺസിലിൽ ഇന്ന് 12:30 നടക്കാൻ പോകുന്ന കാര്യം. അതിൽ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ വയ്യ. നാളെ നടക്കുന്ന മീറ്റിംഗ്, അതായത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിലാണ് നാളെ നടക്കുന്ന പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച. ഇതിൽ ഇന്ന് അമേരിക്കയുടെ ആക്രമണം, ഇറാനിൽ നേരിട്ടുള്ള ആക്രമണത്തെ അപലപിച്ച രണ്ട് രാഷ്ട്രങ്ങളാണ് ചൈനയും റഷ്യയും. ആ റഷ്യൻ പ്രസിഡന്റുമായി നാളെ നടക്കുന്ന ചർച്ചയിലെങ്കിലും ഈ യുദ്ധസമാനമായ സാഹചര്യത്തിന് എന്തെങ്കിലും കുറവുണ്ടാകുമോ എന്നാണ് നമ്മളും ലോകരാജ്യങ്ങളുമെല്ലാം ഉറ്റുനോക്കുന്നത്. അമേരിക്കയുടെ ആക്രമണം ഉണ്ടായതിനു ശേഷവും ഇസ്രായേലും ഇറാനും തമ്മിൽ ഉള്ള സംഘർഷത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. 30 ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ഇന്ന് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ നമുക്ക് 8 സൈനിക ഉദ്യോഗസ്ഥർ, ഇറാനിലെ പ്രധാനപ്പെട്ട 8 സൈനിക ഉദ്യോഗസ്ഥർ മരിച്ചു എന്ന് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രവിധ, അതേപോലെ തന്നെയാണ് ഇറാൻ തിരിച്ചു പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. ബാലിസ്റ്റിക് മിസൈലുകൾ വർഷിച്ചാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ആക്രമണം തുടരുന്നത്. അമേരിക്ക യുദ്ധത്തിൽ ഇടപെട്ടതുകൊണ്ട് ഈ സംഘർഷ സാഹചര്യം കൂടുകയാണ് ഉണ്ടായത്. ആ നിലവിലെ പശ്ചിമേഷ്യയിലെ യുദ്ധസമാന സാഹചര്യത്തിലേക്ക് ഇനി ഏത് തരത്തിലുള്ള ഡെവലപ്മെൻ്റാണ് ഉണ്ടാകുക എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കാരണം ഇന്ന് ഇറാനിലുണ്ടായ ആക്രമണത്തിന്, അമേരിക്ക നേരിട്ട് ആക്രമിച്ചതിന് പിന്നാലെ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇന്ന് രാത്രി അമേരിക്കയ്ക്ക് ഉറങ്ങാൻ കഴിയാത്ത രാത്രിയായിരിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട ട്വീറ്റുകളും പട്ടാള മേധാവികളുടേതായി വരുന്നുണ്ട്. ഇന്ന് രാത്രി നിർണായകമാണ് പ്രവിധ. ഇറാൻ മണ്ണിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നത് ഇന്ന് രാത്രി അറിയാം പ്രവിധ. ശരി, അതാണ് വളരെ പ്രധാനപ്പെട്ട സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ലോകം കടന്നു പോകുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇറാൻ ഏത് തരത്തിലാണ് മറുപടി നൽകുക എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ഇതേക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് മുഹമ്മദ് അൻവർ നൽകിയത്.